വാടാനപ്പള്ളിയിലാണ് താഹിറിന്റെ വീട്. ഉമ്മ ജമീലയുടെ ഏറ്റവും വലിയ സന്തോഷവും ദുഃഖവും താഹിർ തന്നെ. സംസാരിക്കാനും കേൾക്കാനും കഴിയില്ലെങ്കിലും താഹിർ പറയും, എൻ്റെ ഉമ്മയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഉമ്മ നല്ലതാന്ന് പറയണവൻ. അവർ ചോദിക്കുന്നു, അവൻ പറയും ഇങ്ങനെ, അവൻ എന്നെ അങ്ങനെ വെച്ചിട്ട് പറയാം, എൻ്റെ തടി കൂടണ്ട ടങ്ങി, തടി കൂടണ്ട, കുറച്ച് തടി മതി. നസീമ തടി ഇങ്ങനെ കുറഞ്ഞിട്ടാ. ഞാൻ പോകണമെന്ന്, ഞാൻ പോവല്ലേ. ഇന്ന് പോവും, 12 മണിക്ക് പോവും. ഇനി എന്നാ കാണാൻ പറ്റുക? ഇത് നീ ഒന്നും അറിയണ്ട, അതൊക്കെ ഇക്കല്ലേ, ഇക്ക, ഫിജി, ഉപ്പ, ഞാൻ, എല്ലാവരും ചെയ്യും. പൈസ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഉണ്ടാവും, പൈസ ഒക്കെ ഉണ്ടാവും. അവനക്കിപ്പോൾ ഈ കിട്ടുന്ന ശമ്പളം മൂപ്പർക്ക് ഇല്ലാന്നാ പറയണത്, ഒന്നിനും തികയണില്ലാന്ന്. അപ്പം എന്നാൽ ഇവിടെ നിൽക്കണ്ട, പോവാ, നാട്ടിൽ പോവാ. നാട്ടിലേക്ക് അവനില്ല. അത് നോക്കിയാൽ ഫിജി അങ്ങനെയല്ല, ഫിജിക്ക് ആദ്യം കുറച്ച് കൊടുത്തത്, പിന്നെ അങ്ങനെ കുറേ കൊട്ടിക്കൊടുത്തു. അതുപോലെ നിനക്ക് അതല്ല, പൈസ അങ്ങനെ തരും, കുറച്ച് തരും. നല്ലതൊന്നും അവൻ്റെ മുതലാളി കാറിലോ നല്ലതാണെന്ന് പറയുന്നത്. എനിക്ക് 5 പേരുണ്ട്, 4 ആൺകുട്ടികളാണ്. എന്നിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഒരു മോളുണ്ടായത്. പക്ഷേ എനിക്ക് എല്ലാ മക്കളോടും ഒരേപോലത്തെ ഒരു സ്നേഹം തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ താഹിർ മോൻക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനും ചെവിടി കേൾക്കാനും കഴിവില്ലാത്തൊരു വിവരം അറിഞ്ഞപ്പോഴേ മുതൽ അവനെ ഞാൻ കൂടുതൽ കെയർ ചെയ്യായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ അന്ന് അവന് ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാശി, ഒരുപാട് എന്താ പറയുക, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമായിരുന്നു അവനക്ക് ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലത്തിനനുസരിച്ച് അന്ന് വേറെ ഒരു ഇതുമില്ല, ഇയർഫോൺ വയ്ക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇയർഫോൺ വെച്ച് അവനെ കോഴിക്കോട് തന്നെ ഞങ്ങൾ ഫിസിയോതെറാപ്പി ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ ഞങ്ങൾ അവിടെ ചേർത്തി. അപ്പോൾ അവനൊരു 5-6 മാസം, ഒരു കൊല്ലത്തോളം അവനെ ഞാൻ അത്രയും ചെറുപ്പത്തിൽ ഞാൻ അവനെ വിട്ട് അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അന്ന് അവനവിടെ നിർത്തിയിട്ട് പോരുന്ന നിമിഷങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു കൊല്ലം അവനവിടെ പഠിച്ച്. ഉമ്മ നല്ലതാണ്. കുറച്ച് ദിവസം കാശ് അയച്ചു കൊടുക്കുന്നു. ഞാൻ പറയുന്നു, വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് എന്താണ് കാരണങ്ങളെന്നൊക്കെ ഞാൻ വീട്ടിലത്തെ വിശേഷമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കാശ് ഞാൻ നാട്ടിലേക്ക് അവൻ്റെ ബാങ്കിലേക്ക് ഞാൻ അയച്ചു കൊടുക്കും, അവൻ്റെ സാലറി. ഞാൻ കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് പറയുന്നത്. കമ്പനിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറെ മലയാളികളുടെ കമ്പനിയിൽ പോലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് സംസാരിക്കാത്ത ആൾക്കൊണ്ടെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ ഇറ്റാലിയൻസ് ആയിട്ട് പോലും നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ നമ്മൾ പറഞ്ഞ ഫലിപ്പിക്കുന്ന ആ ഒരു പ്രത്യേകത കൊണ്ടും അവനെ കൊണ്ടുവന്നപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസയുടെ എക്സ്പെൻസൊക്കെ നമ്മൾ ഫുൾ പേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അവൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ അവർ ഒന്നും വേണ്ട, അവനക്ക് പെട്ടെന്ന് തന്നെ ഇൻക്രിമെൻ്റ് കൊടുത്തു. സാലറി ബേസ് കുറവാണ്, പക്ഷെ അന്നേരം അൽഹംദുലില്ലാ നല്ല ജോലിയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഫിജീഷിനോട് പറയും, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, മോനെ അവനെ എരിയത്തുണ്ടെങ്കിൽ ആ ഫോണൊന്ന് കൊടുക്കുന്ന അവൻ്റെ കയ്യിൽ, അവൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കും അവൻ. അപ്പോൾ ഫിജി പറയും, ഉമ്മയാണ് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അപ്പോൾ അവനൊരു സൗണ്ട് ഉണ്ടാക്കി തരും എനിക്ക്. ആ സൗണ്ട് കേട്ട് ഞാൻ തൃപ്തിപ്പെടുന്നു. കാരണം അവനെ ഞാൻ പിടിച്ചു വെച്ചാൽ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല. അന്ന് ഞാൻ അതുപോലെ അടക്കി വെക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ ലോകമൊന്നും കാണൂല. അപ്പം ഞാൻ അവനെ തുറന്നു വിട്ടത് കൊണ്ടും അവനക്ക് എല്ലാം അറിയാനും ലോകങ്ങൾ കാണാനായി, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കേൾക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അവനിങ്ങനെ ആംഗ്യത്തിൽ കൂടെ വേണം ചോദിക്കാൻ. ആ ഒരു വിഷമമൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ. നമുക്ക് മരിക്കുന്നവരെ അവരെ കുറിച്ച് ടെൻഷൻ തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അവരെത്ര ഉയരങ്ങളിലെത്തിയാലും. ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും നമുക്ക് സപ്പോർട്ടാണ്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് പൊട്ടയുണ്ടെങ്കിൽ നല്ല അടിയും കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്, അതിലൊന്നും ഒരു കുറവില്ല. നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നിട്ട് അവനുള്ളപ്പോൾ സത്യം പറയാല
അതായത് ക്ലീനിങ്ങിലൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അഥവാ സുഖമില്ലാണ്ടായ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ച് പോന്നാൽ ബാക്കി എല്ലാം ക്ലീൻ ചെയ്യലും അതെടുത്ത് കഴിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കലും ഒക്കെ ചെയ്യും, അവൻ ചെയ്യും. അതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എനിക്ക് ഉണ്ടാക്കി ഇടുന്നോട്ടോ, അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക, അവനെ എനിക്കത് ഓർക്കാൻ തന്നെ പറ്റില്ല. പക്ഷെ ഞാനങ്ങനെ എല്ലാം ഞാൻ മനസ്സിലൊതുക്കി ഞാൻ അവനെ വിട്ടുകൊടുത്ത് അവൻ നന്നാവട്ടെ എന്നുള്ള ആ ഒരു രൂപത്തിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഒരുപാട് ഇരുന്ന് വിഷമിച്ച ആളാണ്. അവൻ ജോലിക്ക് പോകണില്ല, അവൻ ഭക്ഷണം കഴിക്കാണ്ട് വിഷമിച്ചിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എവിടെയെങ്കിലും പോയി അവൻ ജോലി എടുത്തോട്ടെ. ഞാനായിട്ട് പിടിച്ചു വെച്ച് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വിടാൻ പറ്റില്ല എന്നിട്ട് ഞാൻ പിടിച്ചു വെച്ചോണ്ട് അവൻ്റെ ഭാവി ശരിയാവില്ല. എൻ്റെ ഓർമ്മയിലൊരു 15 വയസ്സ് മുതൽ അവന് ഓരോ ജോലി അവൻ്റേത് അവനക്ക് പറ്റാവുന്നത്. ഈവൻ ചിലപ്പോൾ മിക്സി അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ ശരിയാക്കി അയലൊക്കത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശൊക്കെ മേടിച്ച് അത് കൊണ്ടുവന്നിട്ട് ഉമ്മാക്ക് കൂടെ സന്തോഷത്തോടെ കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര വെച്ചാൽ ഇപ്പം തന്നെ ഇപ്പോൾ ദുബായിൽ ഉമ്മ വന്നപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ അവർക്ക് എന്തൊക്കെ വേണം മേടിച്ചു കൊടുക്കണം അതൊക്കെ എന്നെക്കാട്ടി ഉപരി അവനാണ് ശ്രദ്ധിക്കുന്നത്, ഞാനല്ല. വിഷമമുള്ളൊരു വേട് കേൾക്കാന്ന് പറഞ്ഞാൽ ചിലവർ അവനെ പൊട്ടൻ വിളിക്കാറുണ്ട്. അപ്പോൾ മാത്രമേ എനിക്ക് വിഷമമുണ്ടാവുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം കേട്ടാ. അല്ല ശരിക്കും പറഞ്ഞാൽ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് അതങ്ങനെ വന്നു പോവും. ഇനി വിട. ദുബായ് എന്ന സ്വപ്ന നഗരത്തോട് വിട. ആ നഗരത്തിലെ അതിശയോക്തികളില്ലാത്ത 5 ചെറുപ്പക്കാരുടെ മോഹങ്ങളോട് വിട. വാത്സല്യത്തിൻ്റെ 5 നാളുകൾ അമ്മ മനസ്സിൻ്റെ പുണ്യമറിഞ്ഞ ദിനങ്ങളായിരുന്നു. 5 മക്കളുടെ സമാധാനത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഇനി ഈ മടിത്തട്ടിൻ്റെ സാന്ത്വനം എന്നുമാണ്. അതുവരെ വിട. This program brought to you by Nikai. മോനെ, ഇനി നിനക്കായി ഒരു നിക്കായ്. In association with Clorox, Almarai and Sapple.